ഹായ് ഹലോ എൻജോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഏകദേശം ഒരു 2-3 മാസമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തു. ഓപ്ഷൻസൊക്കെ മാറിക്കിടക്കുന്നതുകൊണ്ട് ഏത് വഴിയാണ് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അതിന് പ്രധാന കാരണം നമ്മൾ ബ്ലൂ കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലൂ മാറ്റണം. അതുപോലെ തന്നെ ആരെയൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും എനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലൈവിൽ വരുന്ന ആൾക്കാർക്ക് ബ്ലൂ ഉള്ളവരുടെ ബ്ലൂ ഞാൻ ലൈവ് കഴിയുമ്പോൾ മാറ്റിയായിരുന്നു പതിവ്. അപ്പോൾ കുറേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് കിട്ടിയതുകൊണ്ട്, അതായത് അതിനൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയതുകൊണ്ട് അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഇതിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാം. ആദ്യം ഫോൺ ഓപ്പൺ ചെയ്യുക. ഇതിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൽ വേറെ ഒരിടത്തും അല്ല ഇവിടെയല്ല ടൈപ്പ് ചെയ്യേണ്ടത്. ഈ മുകൾ വശത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റുഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? .youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. studio.youtube.com എന്ന് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഓപ്പണായി വരും. കണ്ടിന്യൂ ടു സ്റ്റുഡിയോ കൊടുക്കുക കേട്ടോ. കണ്ടിന്യൂ സ്റ്റുഡിയോ കൊടുക്കുമ്പോൾ നേരെ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ കുറേ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. ഇതിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ആയതിന് ശേഷം ആർക്കൊക്കെ ബ്ലൂ കൊടുത്തിട്ടുണ്ട് അത് റിമൂവ് ചെയ്യാനും, അതുപോലെ ഹൈഡ് ആയവരെ മാറ്റാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രോം ബ്രൗസറിൽ നോക്കാനായിട്ട് ഇതിൽ നിന്ന് പറ്റും. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഗൂഗിൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ടാറ്റാ.